പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഓക്സിലറി വ്യൂസ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ പോർഷനാണ്. ഇത് സാധാരണയായി നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ പാർട്ട് ബിയിൽ 10 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാവരും ഇപ്പോൾ നിലവിൽ ഓർത്തോഗ്രാഫിക് വ്യൂ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിലറി വ്യൂ വളരെ എളുപ്പമായിരിക്കും വരയ്ക്കാൻ. കൂടാതെ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനും കൂടിയാണ് ഓക്സിലറി വ്യൂ. അപ്പോൾ ആദ്യം എന്താണ് ഓക്സിലറി വ്യൂ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം 1-2 ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഇത്രയും കാര്യങ്ങൾ വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വ്യൂസ് ഒരു ഒബ്ജക്റ്റിന് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ഒരു വസ്തുവിന് ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ മിനിമം ഇത്ര ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സിലറി വ്യൂ എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട്. ഫ്രണ്ട് വ്യൂവിനെ കൂടാതെ, ടോപ്പ് വ്യൂവെ കൂടാതെ, അല്ലെങ്കിൽ സൈഡ് വ്യൂവെ കൂടാതെ മറ്റൊരു നാലാമതൊരു വ്യൂ ആണ് എന്ത് ഈ പറയുന്ന ഓക്സിലറി വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓക്സിലറി വ്യൂ, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ കേസിൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാണ് ഫ്രണ്ട് സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ കേസിൽ ഒരു ഒബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയതാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് താഴെ വന്നിട്ടുള്ളത്. ഇതുള്ളത് ഈ ഒബ്ജക്റ്റിൻ്റെ സൈഡ് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒബ്ജക്റ്റിൻ്റെ ഈ ഒരു പോർഷൻ, ഈ ഒബ്ജക്റ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഈ ഒരു പോർഷൻ, ഓക്കെ, ആ പോർഷൻ ടോപ്പ് വ്യൂവിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ പോർഷൻ ടോപ്പ് വ്യൂവിൽ കാണിക്കുന്നത്. ഓക്കെ, ആ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ്റെ വിഡ്ത്തും ലെങ്ത്തും എത്രയാണോ, അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ പോർഷൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ എത്രയാണോ സെയിം അളവായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. സെയിം ഡയമെൻഷനിൽ ഇവിടെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതുമല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ റെക്റ്റാങ്കിൾ കാണാൻ പറ്റും, ഒരു ചെറിയ റെക്റ്റാങ്കിൾ കാണാൻ പറ്റും. ഓക്കെ, അതിവിടെ കൃത്യമായിട്ട് ഇതേപോലെ ഇവിടെ നമുക്ക് സൈഡ് വ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതേ ലെങ്ത്ത് ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണോ അതേ ഹൈറ്റ് ഇവിടെ ഉണ്ടാവും. അത് കൃത്യമായിട്ട് അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു 3 ചെറിയ റെക്റ്റാങ്കിൾ പോർഷൻ, ഇത് 3 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ അതേ അളവിൽ വരയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ കറക്റ്റ് അളവിൽ കിട്ടാത്തൊരു പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പോർഷൻ ഉണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുക. ഏതാണ് ഈ ഒരു ഇൻക്ലൈൻഡ് പോർഷൻ? ഈ ഒരു ചെറിയ റെക്റ്റാങ്കിൾ, ചെരിഞ്ഞ് കിടക്കുന്ന ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഈ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ഫ്രണ്ട് വ്യൂവിൽ ഈ റെക്റ്റാങ്കിളിനെ കാണിക്കുന്ന പോർഷൻ ഈ ഒരു ചെരിഞ്ഞ വര മാത്രമാണ്. ശരിയല്ലേ? ഇവിടെയുള്ള ഈ ചെറിയ ഇൻക്ലൈൻഡ് ലൈനാണ് എന്തിനെ കാണിക്കുന്നത്, ഇവിടെ ഈ റെക്റ്റാങ്കിളിനെ കാണിക്കുന്നത്. അതായത് ഇവിടെ വരച്ചിട്ടുള്ള ഈ റെക്റ്റാങ്കിളിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഈ റെക്റ്റാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്താണ്, ഇവിടെ വരച്ചിട്ടുള്ള ഒരു സിംഗിൾ ലൈന് അല്ലേ, ആ ചെരിഞ്ഞ ലൈൻ. ഇങ്ങനെ ഒരു വര കൊണ്ട് മാത്രമാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഫ്രണ്ട് വ്യൂ എന്താ, ഇവിടെ ഒരു സിംഗിൾ ലൈനാണ്. ഓക്കെ, ആ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ സിംഗിൾ ലൈനിൽ ആക്ച്വലി എന്തുണ്ട്, ഇത്രയും ഡീറ്റെയിൽ കിടക്കുന്നുണ്ട്, അതൊന്നും കാണാൻ പറ്റുന്നില്ല. ശരിയല്ലേ? ഇനി അതിന് പുറമെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ടോപ്പ് വ്യൂ നോക്കൂ. ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ വരച്ചിട്ടുള്ളത്. ഓക്കെ, കണ്ടാൽ തന്നെ അറിയാം ഈ റെക്റ്റാങ്കിളിൻ്റെ അതേ ലെങ്ത്തോ അതിനില്ല, സെയിം ലെങ്ത്ത് കിട്ടുന്നില്ല, ലെങ്ത്ത് കുറവാണ്, അളവ് കുറഞ്ഞിട്ടാണ് അതിൻ്റെ ടോപ്പ് വ്യൂ കാണുന്നത്. ഇനി ഇതേ റെക്റ്റാങ്കിളിൻ്റെ തന്നെ സൈഡ് വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഈ ചെറിയ പോർഷനാണ് ഇവിടെ കാണുന്ന റെക്റ്റാങ്കിൾ. അതും കണ്ടാൽ തന്നെ മനസ്സിലാവും അതേ ലെങ്ത്ത് അവിടെ വരുന്നില്ല. അപ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രോയിങ്ങിൽ സ്ലോപ്പായ പോർഷൻസ് ഉണ്ടെങ്കിൽ, സ്ലോപ്പായ സർഫസ് ഉണ്ടെങ്കിൽ ആ സർഫസിൻ്റെ കൃത്യമായ അളവ് ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്നോ ടോപ്പ് വ്യൂവിൽ നിന്നോ സൈഡ് വ്യൂവിൽ നിന്നോ കിട്ടണമെന്നില്ല. അതാണ് അതിൻ്റെ ഉത്തരം. അതായത് ഒരു ഫിഗറിൽ ഒരു സ്ലോപ്പിംഗ് സർഫേസ്, സ്ലോപ്പായ പോർഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിലോ ടോപ്പ് വ്യൂവിലോ സൈഡ് വ്യൂവിലോ അതിൻ്റെ യഥാർത്ഥ അളവ് നമുക്ക് കിട്ടണമെന്നില്ല. അത്തരം കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ഒരു വ്യൂ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്, ഓക്സിലറി വ്യൂ എന്ന് നമ്മളവിടെ പറയുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഈ ഫിഗറിൽ ഈ സ്ലോപ്പിംഗ് സർഫസിൻ്റെ കറക്റ്റ് അളവ് കിട്ടുന്ന ഒരു വ്യൂ കിട്ടണം. അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വ്യൂ ആണ് എന്ത്, ഓക്സിലറി വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിലറി പേര് തന്നെ ഒരു ഹെൽപ്പിങ്ങിനുള്ള വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായി ചെരിഞ്ഞ സർഫസിൻ്റെ അളവ് കൃത്യമായി കിട്ടാനാണ് ഓക്സിലറി വ്യൂ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് തന്ന ഫിഗറിൽ എവിടെയെങ്കിലും ചെരിഞ്ഞ പോർഷൻസ് ഉണ്ടെങ്കിൽ അവിടെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഓക്സിലറി വ്യൂ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഇൻക്ലൈൻഡ് പോർഷൻ, ഈ 1 2 3 4 റെക്റ്റാങ്കിൾ, അതിനെ ഇതേപോലെ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, വരയ്ക്കണം. അതാണ് ഓക്സിലറി വ്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്സിലറി പ്രൊജക്ഷൻ്റെ ഒരു പ്രോബ്ലം ആദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ശരിക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫിഗർ ഷോസ് ഐസോമെട്രിക് വ്യൂ ഓഫ് എ മെഷീൻ ബ്ലോക്ക് ഹാവിംഗ് സ്ലോപ്പിംഗ് സർഫസ്. ഡ്രോ ദ ഫ്രണ്ട് വ്യൂ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ്, ടോപ്പ് വ്യൂ ആൻഡ് ഓക്സിലറി വ്യൂ ഓഫ് ദ ഇൻക്ലൈൻഡ് സർഫസ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇത് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ വരയ്ക്കേണ്ടത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ വരയ്ക്കേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ, ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, ടോപ്പ് വ്യൂ വരയ്ക്കണം, ഓക്സിലറി വ്യൂ വരയ്ക്കണം. ഓക്കെ, സൈഡ് വ്യൂ വരയ്ക്കാനില്ല, അപ്പോൾ ചോദിച്ചത് മാത്രം വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. ഇതാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ, ഈ ആരോ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ സ്ലോപ്പിംഗ് സർഫസിന് മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ കഴിയുള്ളൂ, ഓക്സിലറി വ്യൂ വരയ്ക്കാൻ പോസിബിൾ ആവുള്ളൂ, ശരിയല്ല. അപ്പോൾ ഇവിടെ സ്ലോപ്പിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് സ്ലോപ്പിംഗ് സർഫസ്, റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് സ്ലോപ്പിംഗ് സർഫസ്. അപ്പോൾ ഇത് വരയ്ക്കാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങളത് ശരിക്കും വാച്ച് ചെയ്യുക, അളവുകൾ ബൈ ഹാർട്ടാക്കി വെക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ ഇവിടെ ഇതിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. ഇവിടെ 80 ആണ് ഇതിൻ്റെ ലെങ്ത്ത്, ഹൈറ്റ് 60. ഓക്കെ, ദെൻ ഇവിടെ 30, ഇവിടുത്തെ ഹൈറ്റ് 30 ആണ്. അതേപോലെ ഇവിടെ ചെറിയൊരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, അതിൻ്റെ വീതി 10 mm ആണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, അതിൻ്റെ വീതി 10 mm ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇവിടെ സ്ലോപ്പായ പോർഷൻ ഏതായാലും ഇവിടെ ഉള്ള ഈ ഫ്ലാറ്റ് സർഫസ് ഇത് സ്ലോപ്പല്ല, ഈ താഴെയുള്ള 2 ഫ്ലാറ്റ് സർഫസ് അതും സ്ലോപ്പല്ല, ബാക്കിയുള്ളത് മാത്രമേ സ്ലോപ്പിങ്ങിൽ പെടുന്നുള്ളൂ. ഓക്കെ, പിന്നീട് ഇവിടെ മുകളിൽ നിന്ന് 15 mm താഴെ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, ഇവിടുന്ന് 40 mm ഡിസ്റ്റൻസിൽ ഇവിടെ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഗർ ഒന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എങ്കിലേ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫിഗറിൽ വരയ്ക്കുന്നതിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയാം. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 80, ഹൈറ്റ് 60, ശരിയല്ലേ, ഹൈറ്റ് 60. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫിഗർ വരയ്ക്കുന്നതിന് മുമ്പ് ഏറ്റവും ബെറ്റർ നമ്മൾ റെഫറൻസ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരയ്ക്കുകയാണ് ഏറ്റവും സുഖം. അപ്പോൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഓക്സിലറി വ്യൂ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു റെഫറൻസ് ലൈൻ വരച്ചു, XY എന്നുള്ള റെഫറൻസ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇത് 80 ആണ് ലെങ്ത്ത്, അതിൻ്റെ ഹൈറ്റ് 60 ആണ്. ഓൾറെഡി ഫിഗർ നിങ്ങൾ കണ്ടു, സിമ്പിളാണ്. നേരെ എന്ത് ചെയ്യുക, നമ്മൾ 80 mm വരച്ചു, 8 cm 80 mm, ഹൈറ്റ് 60. ഓക്കെ, ആ ഹൈറ്റ് 60 ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി മാർക്ക് ചെയ്തു. ഇനി ഞാൻ നേരത്തെ കാണിച്ചു നിന്ന് മുകൾ ഭാഗത്ത് ചെറിയ ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, താഴെ ഭാഗത്ത് ഈ ഫ്ലാറ്റ് സർഫസ്, മുകൾ ഭാഗത്ത് ഫ്ലാറ്റ് സർഫസ് 10 ആണ്, അതാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഭാഗത്തും ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, ഇതും 10 ആണ്, അത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അവിടെ 10 mm ഉണ്ട്. ഫിഗർ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഫിഗർ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലും നോക്കാം, ടെക്സ്റ്റിലുണ്ടാവും ഫിഗർ, അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈറ്റ് 30 mm, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഹൈറ്റ് 30 mm ആണ്, അത് 30 mm നിങ്ങൾ വരയ്ക്കുക. അതേപോലെ ഈ ലെങ്ത്ത് 10 mm ആണ്, ആ 10 mm എന്ത് ചെയ്യുക, നമ്മളിവിടെ വരയ്ക്കുക. ഓക്കെ, പിന്നീട് വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ വരെ വരച്ചു അല്ലേ, ഇവിടെ വരെ വരച്ചു, ഇവിടെ വരെയും വരച്ചു. ഇനി ഇവിടെ എന്താണ്, ഒരു ചെരിഞ്ഞ ലൈനാണ്. ഓക്കെ, ആ ലൈൻ നമുക്ക് ഇനി അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഈ വരച്ച 2 പോയിന്റ് തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ എന്ത് ചെയ്യും, ആ പോയിന്റ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നേരെ എന്ത് ചെയ്യുക, ആ 2 പോയിന്റ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു ബോർഡ് ഏകദേശം ഫ്രണ്ട് വ്യൂവിന് ശേഷം ഒരു പോർഷനായി. ഇനി ഫ്രണ്ട് വ്യൂവിൽ നമുക്കറിയാം, ഫ്രണ്ട് വ്യൂന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഉൾഭാഗത്ത് കാണാൻ പറ്റും, ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. ഈ 2 സ്റ്റെപ്പും ഒരേ ലൈനിലാണ്. ഓക്കെ, 10 mm ആണ് വരുന്നത്. പിന്നെ ഉള്ളിലേക്ക് കുറച്ചും കൂടിയും പോയിട്ടുണ്ട്, ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, 10 mm ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്. അപ്പോൾ അത് ഉൾഭാഗത്താണ്.
അപ്പോൾ അതും കൂടി നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ എൻഡിൽ നിന്ന് ഇതുണ്ടോ, ഈ എൻഡിൽ നിന്ന് 40 mm ഡിസ്റ്റൻസിലാണ് എന്ത് ഒന്നാമത്തെ ആ ഒരു കട്ടിങ് അവിടെ കിടക്കുന്നത്. 40 mm ഡിസ്റ്റൻസിൽ ഇവിടുന്ന് എന്ത് ചെയ്യുക, 40 mm ഡിസ്റ്റൻസ് എടുക്കുക. ഒന്നാമത്തെ പോർഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഈ പോർഷൻ്റെ വീതി എത്രയാണ്? ഇതും 10, ഇതും 10 ആയിരിക്കും, ഇത് 10. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് 40 mm എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് ഒന്നാമത്തെ കട്ടിങ് കിട്ടും. ഓക്കെ, ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 40 mm എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 40 mm എടുത്താൽ ഒന്നാമത്തെ ഈ കട്ടിങ് കിട്ടും. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വരയ്ക്കുക. അപ്പോൾ ഈ 40 mm കഴിഞ്ഞിട്ട് ഇവിടെ രണ്ടാമതൊരു കട്ടിങ് കൂടി, അതെങ്ങോട്ടാണ്? ഇവിടുന്ന് 15 mm, ഈ ഫസ്റ്റ് കട്ടിങ് അവസാനിക്കുന്ന അവിടുന്ന് 15 mm അപ്പുറത്തേക്ക് എന്തുണ്ട്, അടുത്തൊരു 10 mm കട്ടിങ് കൂടി ഉണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരയ്ക്കാൻ പറ്റും. ഈ വരയ്ക്കുന്ന എല്ലാ കട്ടിങ് എത്രയാണ്? 10 mm ആണ് വിടുത്ത്. അപ്പോൾ നോക്കാം. ഓക്കെ, അതിൽ ഓർക്കേണ്ട കാര്യം ഈ 15 mm വരുന്നത്, 15 mm നമ്മളെ ഫിഗറിൽ വരുന്നത് ശ്രദ്ധിക്കുക. 15 mm ഇതാ ഈ ടോപ്പിൽ നിന്ന് ഇങ്ങോട്ടാണ് 15 mm, ഇവിടുന്ന് ഇങ്ങോട്ട് 40 mm. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ആദ്യം മുകൾ ഭാഗത്തു നിന്ന് എത്ര? 15 mm, 1.5 സെൻറ്റിമീറ്ററിന് 15 mm നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു. ഈ വരച്ച ലൈൻ നോക്കണം, ലൈന് ഡാഷ്ഡ് ലൈനാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ പറയാം. ആ ഡാഷ് ലൈൻ വരയ്ക്കാനുള്ള കാരണം, നമ്മൾ ഈ ഫിഗറിനെ നോക്കുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? ഫിഗറിനെ നോക്കുന്നത് ഇവിടെ നിന്നാണ് ഫിഗറിനെ നോക്കുന്നത്, ശരിയല്ലേ? നമ്മൾ ഫിഗറിനെ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഉൾഭാഗം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ? അഥവാ ഹിഡൻ ആണ് ആ പോർഷൻ. ഉൾഭാഗം നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ഹിഡൻ പോർഷൻസ് നമ്മൾ എങ്ങനെ വരയ്ക്കുക? ഹിഡൻ ലൈൻ കൊണ്ടാണ് വരയ്ക്കുക. അതിനാണ് ഡാഷ്ഡ് ലൈൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹിഡൻ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഹിഡൻ ലൈൻ അല്ലെങ്കിൽ ഡാഷ് ലൈൻ കൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വരയ്ക്കുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെ വരയ്ക്കുക? ഹിഡൻ ലൈൻസ് കൊണ്ടാണ് വരയ്ക്കുക. നേരിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഈ ലൈൻ നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഇപ്പോൾ ഈ വരച്ച പോലെ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതാ ഈ പോർഷൻ്റെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 40 mm എടുത്താലും എന്ത് ചെയ്യും, ഈ പോയിന്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, രണ്ടാണെങ്കിലും കറക്റ്റായിരിക്കും. അപ്പോൾ ഈ രണ്ട് ലൈനും ഹിഡൻ ലൈൻസ് ആണ്, അത് ഓർത്ത് വെക്കുക. ഇനി ഫ്രണ്ട് വ്യൂവിൽ ബാക്കിയുള്ള പോർഷൻസ് വരയ്ക്കുന്നത് നോക്കുക. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ബാക്കി നമ്മൾ എന്താ ടോപ്പ് വ്യൂ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഫിഗറിന് ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് ഏതൊക്കെ പോർഷൻസ് ടോപ്പിൽ നിന്ന്, അപ്പോൾ ഇനി നമ്മൾ ഫിഗറിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി, ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നാവും. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാം, ഈ മുകളിലുള്ള ഈ ഒരു ഫ്ലാറ്റ് പോർഷൻ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ടോപ്പ് വ്യൂ മുകളിൽ നോക്കുന്ന വ്യൂ ആണല്ലോ. ഓക്കെ, ഈ ചെറിയ പോർഷൻ മൊത്തം മുകളിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ടോപ്പ് വ്യൂവിൽ എന്ത് കിട്ടില്ല, അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓക്സിലറി വരയ്ക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു പോർഷനും മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇതിന് ടോട്ടൽ ലെങ്ത് എത്ര തന്നെയായിരിക്കും, അത് 80 തന്നെ നമുക്ക് കിട്ടും. ഇനി വിടുത്താണെങ്കിലോ, വിടുത്ത് ഇവിടെ 30 ഉണ്ട്. ഈ 30 പുറമെ ഈ ഒരു പോർഷൻ എത്രയാണ്, ഈ ഒരു പോർഷൻ വീതി 10 ആണ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പോർഷൻ എത്ര, വീതി എത്രയായിരിക്കും, 10 ആയിരിക്കും. അപ്പോൾ 30 + 10 + 10 50 ആയിരിക്കും ടോട്ടൽ വിടുത്ത് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ ഫിഗറിലെ എല്ലാ പോയിൻറ്റ്സും എന്ത് ചെയ്യുക, നമ്മൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. എല്ലാ പോർഷൻസും താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ലൈന്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ ഹിഡൻ ലൈൻസ് ഇത്,
ഇവിടെയുള്ള പോയിൻ്റ്, ഈ എല്ലാ പോയിൻറ്റ്സും എന്തെങ്കിലും താഴേക്ക് നമ്മൾ ആദ്യം പ്രൊജക്റ്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാൻ വളരെ ഈസി ആയിരിക്കും, മിസ്റ്റേക്ക് വരാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ എല്ലാ പോയിൻറ്റ്സും പ്രൊജക്റ്റ് ചെയ്തു. ഈ വരയ്ക്കുന്ന എല്ലാ ലൈൻസും പ്രൊജക്ഷൻ ലൈൻസാണ്, തിൻ ലൈൻസ് ആയിരിക്കണം വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞു 50 ടോട്ടൽ വിടുത്ത്. നമ്മൾ 50 എന്ത് ചെയ്തു ഇവിടെ വരച്ചു. ഓക്കെ, ഇനി ടോട്ടൽ ലെങ്ത്ത് 80, അത് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. 80 വരച്ചു. ഓക്കെ, താഴ്ഭാഗത്തും ലെങ്ത്ത് 80 തന്നെയാണ്. ആ 80 ഇവിടെ നമ്മൾ വരച്ചു. പിന്നീട് ടോപ്പ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു ഫ്ലാറ്റ് പോർഷൻ ഉണ്ട്. ഓക്കെ, ആ ഫ്ലാറ്റ് പോർഷൻ്റെ വിടുത്ത് എത്രയാണ്? 10 mm ആണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ടോപ്പ് വ്യൂവിൽ വരയ്ക്കണം. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി എന്തുണ്ട്, ആ 10 എന്നുള്ള പോർഷൻ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, താഴേക്ക് അതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അത് ലൈൻസ് ഒന്ന് തിക്ക് ലൈനാക്കി വരയ്ക്കേണ്ട ആവശ്യം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ പോർഷൻ ഞാനിവിടെ വരച്ചു. ഇനി ഇവിടെ ഉൾഭാഗത്ത് കുറച്ച് കട്ടിങ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കട്ടിങ്സിലെ ലൈൻസൊക്കെ നമ്മളോട് വേറെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കട്ടിങ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ടണ്ണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് എങ്ങനെ വരയ്ക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു വിടുത്ത് 10 ഗ്യാപ്പ്. ഓക്കെ, ഈ ഒരു വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു വിടുത്ത് 10, അതിനോട് കൂടെ ഇവിടെ ഒരു 10 കൂടി വരും. അപ്പോൾ ടോട്ടൽ ഇവിടുന്ന് ഇങ്ങോട്ട് 20 mm വരയ്ക്കണം, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും 20 mm വരയ്ക്കണം. ഓക്കെ, പിന്നെ ഈ ലെങ്ത് എത്രയാണ്? ആ ലെങ്ത് നമ്മൾ ഓൾറെഡി അവിടെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹിഡൻ ലൈൻ കൊണ്ട്, പിന്നെ അത് വരയ്ക്കേണ്ട ആവശ്യമില്ല. അവിടെ 10 mm കട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യം അവിടുന്ന് ഇങ്ങോട്ട് 20 mm വരയ്ക്കണം. അതിൻ്റെ കാരണം പറഞ്ഞു, ആ വിടുത്ത് ചെറിയ വിടുത്ത് 2 ഉണ്ട്, 10 ടോട്ടൽ 20 വരും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ആദ്യം 20 mm വരച്ചു. ഓക്കെ, പിന്നെ മുകളിലേക്ക് അളക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ലൈൻ അവിടെ ഉണ്ട്. അങ്ങോട്ട് നമ്മൾ 15 mm വരയ്ക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് താഴേക്ക് 10, ഈ ലൈന് 10 വരിക, ഫിഗറിലുണ്ട് അത്. വീണ്ടും ഇങ്ങോട്ട് 10, താഴേക്ക് വീണ്ടും 20, ഇങ്ങോട്ട് 20 കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ പോർഷൻസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ താഴ്ഭാഗത്ത് എന്തുണ്ട്? ബോട്ടം പോർഷനിൽ നമ്മൾ കണ്ടാൽ അറിയാം, ബോട്ടം പോർഷനിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് പോർഷൻ ഉണ്ട്, ഇവിടെ ഒരു ഫ്ലാറ്റ് പോർഷൻ ഉണ്ട്. 10 mm വരുന്നത്. പിന്നെ ഈ ഒരു ലൈനും വരയ്ക്കണം. ഈ ഒരു ലൈനും 10 mm ലൈനും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ, ഇത് 10 mm ഇത്രേ വരുള്ളൂ, അവിടെ ബാക്കി ലൈനില്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്തത്. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ലൈൻ അവിടെ ജോയിൻ ചെയ്യണില്ല, അതുകൊണ്ട് അത് ഇറേസ് ചെയ്തിട്ട് കറക്റ്റ് വരയ്ക്കാണ്. ഓക്കെ, ഇത്രേ വരുള്ളൂ. താഴേക്ക് എന്ത് ചെയ്യാൻ വിടുത്ത് 10 ആ 10 നമ്മൾ വരച്ചു, ആ ലൈൻ വരെ വരച്ചു. ഓക്കെ, ഇനി താഴ്ഭാഗത്തുള്ള ഫ്ലാറ്റ് സർഫസ്. ഓക്കെ, ഈ ഫ്ലാറ്റ് സർഫസ് ഇവിടെ ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, ഇവിടെ ഫ്ലാറ്റ് സർഫസ് ഉണ്ട്. ഓൾറെഡി അതിൻ്റെ ലൈൻസ് നമ്മുടെ അവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ വരയ്ക്കേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. നോക്കാം, ലൈൻസ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നേരെ അതിൽ വരച്ചാൽ മതി, പെട്ടെന്ന് എന്തെങ്കിലും കറക്റ്റ് കിട്ടും. അപ്പോൾ ഇതെന്തായി? ടോപ്പ് വ്യൂ ആയി. നമ്മുടെ ഫിഗറിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ ചോദിച്ച ഫ്രണ്ട് വ്യൂ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. ഇനി നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഓക്സിലറി വ്യൂ വരയ്ക്കണം. ഓക്കെ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മളിതുവരെ വരയ്ക്കാത്ത വ്യൂ ആണ് ഓക്സിലറി വ്യൂ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇൻക്ലൈൻഡ് സർഫസിലാണ് ഓക്സിലറി വ്യൂ വരിക എന്ന് എല്ലാവർക്കും എന്ത് ചെയ്യാം? അറിയാം, ശരിയല്ലേ? അപ്പോൾ നമുക്കത് വരയ്ക്കാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്സിലറി വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഒരു മിക്ക കുട്ടികൾക്കും ഓക്സിലറി വരയ്ക്കാനൊക്കെ പഠിക്കും, പക്ഷേ എന്ത് ചെയ്യും? ഈ ഒരു മിസ്റ്റേക്ക് അവർ വരുത്തും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇൻക്ലൈൻഡ് പോർഷനിൽ മാത്രമേ ഓക്സിലറി വ്യൂ വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ കേസിൽ ഈ ഒരു പോർഷൻ ഇൻക്ലൈൻഡ് അല്ല, ഇതും ഇൻക്ലൈൻഡ് അല്ല. എന്താ, ഇത്രയും ലെങ്ത്ത് മാത്രമേ എന്തുള്ളൂ ഇൻക്ലൈൻഡ് പോർഷൻ, അവിടെ മാത്രമേ എന്ത് വരുള്ളൂ? ഓക്സിലറി വ്യൂ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഏത് ലൈനാണോ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് അതിൻ്റെ
കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു 30 mm ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു ലൈന് പാരലായിട്ട് വരയ്ക്കുക. ഓക്സിലറി പ്ലെയിന് വരയ്ക്കാൻ വേണ്ടി ഒരു ലൈന് കറക്റ്റ് ഇതേ ലെങ്ത്തിൽ പാരലാക്കി വരയ്ക്കുക. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലൈന് രണ്ടും കറക്റ്റ് പാരലാവണം. മിനി ഡ്രാഫ്റ്റർ ഉണ്ടാകുമ്പോൾ തെറ്റാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഈ പ്ലെയിനിലാണ് ഫിഗർ വരയ്ക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം, നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഈ ഇൻക്ലൈൻഡ് സർഫസിൽ നിന്ന് കറക്റ്റ് 90 ഡിഗ്രിയിൽ വരയ്ക്കണം. ഈ ആംഗിൾ 90 ആവണം, ഈ ആംഗിൾ 90 ആവണം. ഇത് 90 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഫിഗർ എന്ത് ചെയ്യും, തെറ്റും ചേർന്നിട്ടാണ് വരിക. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പോർഷനിൽ എന്ത് ചെയ്യുക, ഈ ലൈനിൽ ഒരു പ്രൊട്രാക്ടർ നിങ്ങൾ വെക്കുക. ഈ ലൈനിലൊരു പ്രൊട്രാക്ടർ നിങ്ങൾ വെക്കുക ഇവിടെ. എന്താ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ അളന്ന് നോക്കുക, 90 കറക്റ്റ് ആക്കിയിട്ട് ആ പോയിന്റിലൂടെ അങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ വെക്കുക, 90 മാർക്ക് ചെയ്യുക, അതിലൂടെ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. എന്നാലും എന്താവില്ല, മിസ്റ്റേക്സ് വരാനുള്ള സാധ്യത അവിടെ വളരെ കുറവായിരിക്കും. ഓക്കെ, എന്തായാലും വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 30 mm ഡിസ്റ്റൻസിൽ ആ ലെങ്ത്തോടെ മാർക്ക് ചെയ്ത് ഓക്സിലറി പ്ലെയിന്, പിന്നെ ഈ ലൈനാണ് പറഞ്ഞത് കറക്റ്റ് 90 ഡിഗ്രി വരണം. അപ്പോൾ അത് പ്രൊട്രാക്ടർ കൊണ്ട് മാർക്ക് ചെയ്യുക, മിനി ഡ്രാഫ്റ്ററിങ് അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നേരത്തെ ടോപ്പ് വ്യൂ വരച്ച പോലെ ഇതിൽ എല്ലാ ലൈൻസും എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്യുക. ഈ ലൈൻ പ്രൊജക്റ്റ് ചെയ്യുക, ഇത് പ്രൊജക്റ്റ് ചെയ്യുക, ഇത് പ്രൊജക്റ്റ് ചെയ്യുക, ഇത് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, അവസാനത്തെ പോർഷൻ വേണ്ട, ഇൻക്ലൈൻഡ് സർഫസ് മാത്രം മതി, ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വരയ്ക്കാവുന്ന കാര്യം ഒന്നുകൂടി എളുപ്പമാവും. ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് ഓക്സിലറി വ്യൂ? ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻക്ലൈൻഡ് ആയ സർഫസ് ഏതാണോ അത് അതേപോലെ നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക, ഒരു വസ്തുവിൻ്റെ ഇൻക്ലൈൻഡ് ആയ സർഫസ് ഏതാണോ അത് അതേപോലെ കോപ്പി ചെയ്ത് വെക്കുക. അതാണ് ഓക്സിലറി വ്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റെഡ് കളർ മാർക്ക് ചെയ്തതാണ് എന്ത്, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് ഇവിടെ ഇൻക്ലൈൻഡ് പോർഷൻ. ഓക്കെ, ഇത് ഇതേപോലെ കോപ്പി ചെയ്താൽ എന്തായി, നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് കോപ്പി ചെയ്യാൻ നമുക്ക് ഓൾറെഡി ഇതാ ഏതൊക്കെ ലെങ്ത് അറിയണം, കോപ്പി ചെയ്യണമെങ്കിൽ ഈ ലെങ്ത് അറിയണം, ഈ വിഡ്ത്ത് അറിയണം, അല്ലേ, ഈ പോയിൻ്റൊക്കെ അറിയണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ അത് വീണ്ടും അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈൻസ് ഓരോന്നും പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുണ്ടാവും, നേരെ വരയ്ക്കുക. ഇനി ആ ഫിഗർ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, 50, അത് വരച്ചു. ഓക്കെ, വിഡ്ത്ത് 50 ആണ് നമുക്കറിയാം, നേരത്തെ നമ്മൾ അളന്ന് നോക്കിയത്. ലെങ്ത്ത് അളക്കേണ്ട ആവശ്യമില്ല, ലെങ്ത്ത് ഇത് അവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ ലെങ്ത്ത് കിട്ടി. ഓക്കെ, ഇനി അതർ സൈഡ് ലെങ്ത്ത് അത് മാർക്ക് ചെയ്തു. ഓക്കെ, ഉള്ളിലേക്കുള്ള പോർഷൻ അത് 10 ആണ്, നേരത്തെ ഓൾറെഡി പറഞ്ഞാണ് 10 mm അവിടെ വരച്ചു. ഇപ്പുറത്തും അതേപോലെ 10 mm വരും, അത് വരയ്ക്കുക. ഇനി മുകളിലേക്കുള്ള അളവ് നമ്മൾ അളന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മളുടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് ആ ലെങ്ത്ത്. അപ്പോൾ അളക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക, അത് കിട്ടി. ഓക്കെ, ഇനി വീണ്ടും 10ൻ്റെ ഒരു കട്ടിങ് ഉണ്ട്, 10 mm കട്ടിങ് രണ്ട് സൈഡിലേക്കും, 10 mm ഇങ്ങോട്ടും 10 mm ഇങ്ങോട്ടും നമ്മൾ വരച്ചു. നേരെ എന്ത് ചെയ്യാം, മുകളിലേക്ക് അത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സിലറി വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വരച്ച പോയിൻ്റാണ് നമ്മുടെ ഓക്സിലറി വ്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓക്സിലറി വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചില ഫിഗറിൽ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ഓക്സിലറി വ്യൂ വരയ്ക്കാൻ പറയും, ചിലതിൽ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ഓക്സിലറി വ്യൂ പറയും. അപ്പോൾ ഏതാണ് ചോദിച്ചത് മാത്രം വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചാൽ മാത്രം പോരാ, ഇവിടെ കറക്റ്റ് ഓക്സിലറി വ്യൂ എന്ന് മാർക്ക് ചെയ്യണം. കൂടാതെ കൃത്യമായിട്ട് എല്ലാ ഫിഗറും, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഓക്സിലറി വ്യൂവും കൃത്യമായിട്ട് നിങ്ങൾ ഡയമെൻഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഫിഗർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ.